Hello guys, welcome back to Harry's Talk. നമ്മുടെ കയ്യിൽ ഇന്നിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 15 ആണ്. iPhone 15 ഞാനിപ്പോൾ ഏകദേശം ഒരു 8 മാസമായിട്ട് ഞാനിപ്പോൾ എൻ്റെ പ്രൈമറി ഫോണായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 8 മാസം കൊണ്ടുള്ള ഒരു യൂസർ റിവ്യൂ ആണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകണം. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഞാനൊരു ഐഫോൺ ഫാൻ ബോയിയോ അങ്ങനെയൊന്നുമല്ല. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആയിരിക്കും പറയുന്നത്. അപ്പോൾ പിന്നെ അല്ലാണ്ട് ഐഫോണിനെ പൊക്കി പറയുന്ന പരിപാടിയോ അതൊന്നുമല്ല. ഒരു ജെന്യുവനായിട്ടുള്ള ഇത്രയും നാളത്തെ ഞാൻ ഒരു 8 മാസം കൊണ്ട് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ അത്രേ ഉള്ളൂ. പിന്നെ അതിനകത്ത് നമുക്ക് പോസിറ്റീവിൽ നിന്ന് തന്നെ തുടങ്ങാം. പോസിറ്റീവിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ തന്നെയാണ് A16 ബയോണിക് ചിപ്പാണ്. ഏറ്റവും അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ചിപ്പ് സെറ്റാണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പോൾ BGMI പോലുള്ള ഗ്രാഫിക്സ് ഗെയിംസൊക്കെ കളിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇത്. കാര്യം വേറെ ലാഗ് കാര്യങ്ങൾ ഒന്നും വരുന്നില്ല. പിന്നെ 120 ഹെർട്സിൻ്റെ ഒരു മിസ്സിങ് അതുണ്ട്. അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി പക്ക ഫോണാണ്. ഞാൻ യൂസ് ചെയ്തതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ്. ക്യാമറ ക്വാളിറ്റി മീൻസ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു വ്ളോഗറാണെന്നുണ്ടെങ്കിലോ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോയ്ക്ക് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഫോണാണ് iPhone 15. നമ്മുടെ ഫോട്ടോ സെക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിലെ പിന്നെ 2x ഉള്ളൂ. ടെലിഫോട്ടോ വരുന്നത് 2x ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാൻ ഇതിന് മുന്നേ S22 Ultra ഉണ്ടായിരുന്നു, S23 ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് അതിലൊക്കെ 3x നമുക്ക് പോർട്രേറ്റ് കിട്ടുന്ന ഔട്ട് ഗംഭീരമാണ്. അതിപ്പോൾ 23 Ultra'യിലായാലും ശരി, ഇപ്പോൾ 24, ഇപ്പോൾ 25 ഇറങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് കിട്ടുന്ന പിന്നെ പോർട്രേറ്റ് ഫോട്ടോയുടെ ഔട്ട്പുട്ട് അത് ഗംഭീരമാണ് അതിലെല്ലാം. പക്ഷെ അതേസമയം പ്രോ സീരീസിലായാൽ പോലും ചില സമയത്ത് നമുക്ക് അതിൻ്റെ ഇപ്പോൾ എൻ്റെ ഇതാണ് പറയുന്നത്, ചിലപ്പോഴൊക്കെ അതിൻ്റെ കളർ ടോൺ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാണ്ട് വരുന്നേരം ആ ഒരു പോർട്രേറ്റിൻ്റെ ആ ബോക്കെ എഫക്റ്റ് ഇല്ലേ, അത് കൂടുതലും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് സാംസങ്ങിൽ തന്നെയാണ്. അതേസമയം വീഡിയോയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഐഫോൺ അതിൽ കിട്ടുന്ന വീഡിയോ ക്വാളിറ്റി ബെസ്റ്റാണ്. പിന്നെ ക്യാമറ സാമ്പിൾസ് ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. ക്യാമറ ഫോട്ടോസിൻ്റെ സാമ്പിൾസും അതുപോലെ തന്നെ വീഡിയോസിൻ്റെ സാമ്പിൾസും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി നോക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറയുടെ ഈ പോർഷനിലൊക്കെ ആയിട്ട് ഇത് കണ്ടോ, അവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് പോകുന്ന ഒരവസ്ഥ. ഇത്രയും കാശ് മുടക്കി ഈ ഒരു ഫോൺ മേടിച്ചിട്ട് ഇതുവരെ ഐഫോൺ പരിഹരിക്കാത്ത ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് സിലിക്കോൺ കേസാണ്. അകത്ത് ക്ലോത്ത് വരുന്ന ഇതായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമില്ലാണ്ട് എഡ്ജസൊക്കെ ഓക്കെയാണ്. അല്ലാത്ത പക്ഷം അതിൻ്റെയും കാര്യത്തിൽ തീരുമാനമായേനെ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വരുന്നത് അത്യാവശ്യം നല്ല ഡീസൻ്റ് ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്താണ്, വേറെ ഇഷ്യൂസൊന്നുമില്ല.
എനിക്ക് ഇതുവരെ ലാഗോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നിട്ടില്ല. ഞാൻ അതിന് തൊട്ട് മുന്നേ യൂസ് ചെയ്ത 14-ലായാലും ശരി 13-ലായാലും ശരി 12 ഉണ്ട്. അപ്പോൾ അതിലായാലും ശരി എനിക്കങ്ങനെ വേറെ ഹാങ്ങോ ലാഗോ അങ്ങനെ വേറെ ഇതൊന്നും ഇതുവരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കാര്യം ഞാനിപ്പോൾ രാവിലെ ഒരു 100% ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 20% ആവാറുണ്ട്. കുഴപ്പമില്ല. ഒരു അതിന് കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെവി യൂസ് ഇല്ല എന്നുള്ള ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കൊരു എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരം വരെ കിട്ടുന്നവരും ഉണ്ട്. ഇനിയിപ്പോൾ ഓഫേഴ്സൊക്കെ വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ ആണ് നോക്കുന്നത്, അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സെയിലൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് നല്ല വ്യത്യാസം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് വൺ. കാര്യം ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയൊരു ഹീറ്റ് അത് നോർമലി ഇപ്പോൾ എല്ലാ ഫോണുകളിലും ഉള്ളതാണ്. ഒരു ചെറിയൊരു ഹീറ്റ് ഇഷ്യൂ ആയിട്ടങ്ങ് പറയാനില്ല, എന്നാലും ഹീറ്റുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മേടിക്കേണ്ടവർക്ക് മേടിക്കാം. നോക്കാം, നിങ്ങളുടെ ചോയ്സ്. എൻ്റെ ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതുവരെ ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.